ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. മോള് എത്ര മണിക്ക് എഴുന്നേക്കും? ഞാനങ്ങനെ നേരത്തെ എഴുന്നേക്കുന്ന ആളല്ല. 8 മണി 8:30 ആവാണ്ട് ഞാൻ എണീക്കത്തില്ല. എന്ന് ശരിക്കും ഒത്തിരി നേരത്തെ എഴുന്നേറ്റ് തലവേദന എടുക്കും. ഉള്ള കാര്യം പറഞ്ഞല്ലോ, അതെനിക്കിഷ്ടായി. രണ്ടാമത്തെ ചോദ്യം, വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാൻ അറിയോ? ഞാനൊരു വീട്ടു ജോലിക്കാരി ആയിട്ടല്ലല്ലോ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് പോകുന്ന വീട്ടിലോട്ട് പോകുന്നത്. അത്യാവശ്യം എനിക്ക് ചെയ്യാൻ അറിയാം, പക്ഷെ മറ്റുള്ളവർ ഭരിക്കുന്ന രീതിയിലാണെങ്കിൽ ഞാൻ ചെയ്യത്തില്ല. എന്നെ കൂടെ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്ത് സഹായിക്കും. അത്ര കുറഞ്ഞ പുള്ളി അല്ലല്ലോ. അല്ല, ഞാൻ ചോദിച്ചല്ലേ ഉള്ളു. ഞാനൊരു വഴക്ക് പറഞ്ഞു. അപ്പൊ മോളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? കാര്യമുള്ള കാര്യത്തിനാണെങ്കിൽ ഞാൻ കേൾക്കും. ഇപ്പൊ എന്റെ ഭാഗത്ത് നല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ കാര്യമില്ലാത്ത കാര്യമാണെങ്കിൽ എന്റെ വായിന്നും കേൾക്കും. എന്റെ നാക്ക് വെറുതെ ഇരിക്കുകയല്ലല്ലോ. പിന്നെ നിസ്സാര കാര്യത്തിനൊക്കെ വഴക്കുണ്ടാക്കാൻ വരിക, അല്ലെങ്കിൽ വഴക്കുണ്ടാക്കണത് മനഃപൂർവ്വം ഉദ്ദേശിച്ച് ഇറങ്ങി തിരിഞ്ഞ ആൾക്കാരുണ്ടല്ലോ, അവരുടെയൊക്കെ കാലം വരെ നിർത്തടിക്കാൻ പോലും എനിക്ക് മടിയില്ല. ഇരുന്നൊരു നടക്കി പോകത്തില്ല. എപ്പോഴും സ്വന്തം വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കരുത്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭർത്താവിന്റെ വീടാണ് മോളുടെ വീട്. 24 വയസ്സായിരിക്കും. ഈ 24 വയസ്സ് വരെയും എന്റെ ഈ മാതാപിതാക്കളാണ് വളർത്തി വലുതാക്കിയത്. അവരുടെ ഒരു സ്വപ്നമാണ് ഞാൻ പഠിച്ച് നല്ല ജോലിയൊക്കെ വാങ്ങി ഒരു സെറ്റിൽഡ് ആവണം, ഒരു കുടുംബജീവിതത്തിലേക്ക് പോകണമെന്ന് അവരുടെ സ്വപ്നമാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞ കഴിക്കും എന്റെ വീട്ടുകാരെ മറന്നിരിക്കും, എന്റെ ഭർത്താവിന്റെ വീട്ടിൽ മാത്രം മതി എന്ന് പറഞ്ഞ് ജീവിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. അതിന് എന്നെ കിട്ടത്തുമില്ല. അതെ, ഞാൻ മോനോടായിട്ടൊന്ന് ആലോചിക്കട്ടെ. നന്നായിട്ടൊന്ന് ആലോചിക്കണം. ആലോചിച്ചിട്ട് പറയാം കേട്ടോ. പറഞ്ഞാൽ മതി, ആലോചിച്ചിട്ട് പറഞ്ഞാൽ. ശരി എന്നാ.